നമസ്കാരം. നമ്മളിന്ന് സ്റ്റീഫൻ ആർ കോവിയുടെ ആ ലോക പ്രശസ്തമായ പുസ്തകമില്ലേ, ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, അതൊന്ന് ആഴത്തിൽ നോക്കാൻ പോവുകയാണ്. അതെ. നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലുമൊക്കെ കാര്യക്ഷമത കൂട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഐഡിയാസ് ഇതിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കാതൽ എന്താണെന്ന് നമുക്കൊന്ന് വേഗം നോക്കാം, അല്ലേ? തീർച്ചയായും. ഇതൊരു സാധാരണ സെൽഫ് ഹെൽപ്പ് പുസ്തകം പോലെയല്ല ശരിക്കും. ഓക്കെ. പെട്ടെന്നുള്ള ചില ടെക്നിക്കുകൾക്ക് പകരം നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളില്ലേ, സത്യസന്ധത, വിനയം, അങ്ങനെയുള്ള മൂല്യങ്ങൾ, ശരി, അതിലൂന്നിയുള്ള ഒരു തത്വകേന്ദ്രീകൃത സമീപനമാണ് കോവി പറയുന്നത്. അതായത് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ ആദ്യം ഫ്രീ ആകുക, ഇൻഡിപെൻഡന്റ് ആകുക, എന്നിട്ട് അവിടുന്ന് പരസ്പരം സഹകരിച്ചു മുന്നേറുന്ന ഒരു ഇന്റർഡിപെൻഡൻസ് ലെവലിലേക്ക് എത്തുക. അതാണ് ഇതിലെ ഒരു പ്രധാന ആശയം. നന്നായി പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒന്നാമത്തെ ശീലത്തിലേക്ക് കടക്കാം. ബി പ്രോആക്റ്റീവ്, ക്രിയാത്മകമായിരിക്കുക. അതായത് ചുമ്മാ ചുറ്റുപാടുകളെ കുറ്റം പറയാതെ നമുക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അങ്ങനെയല്ലേ? അതെ. അവിടെയാണ് ഈ സ്വാധീന വലയം, അതായത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന ആശയം വരുന്നത്. ശരിയാണ്. നമുക്ക് നേരിട്ട് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങള്, അതിൽ നമ്മുടെ ഊർജം കൊടുക്കുക. ചുമ്മാ വേവലാതിപ്പെടുന്ന ആ സർക്കിൾ ഓഫ് കൺസേണിൽ കിടന്ന് കറങ്ങുന്നതിനേക്കാൾ നല്ലതാണ്. ഒരു സിറ്റുവേഷന്റെ ഇരയാകാതെ നമ്മുടെ പ്രതികരണം നമുക്ക് തെരഞ്ഞെടുക്കാം എന്നൊരു തിരിച്ചറിവ്, അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക, അതാണ് പ്രധാനം. ശരിയാണ്. ആ ഒരു തിരിച്ചറിവ് തന്നെ വലിയൊരു സ്റ്റെപ്പാണ്. ഇനി രണ്ടാമത്തേത്, ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ്. അവസാനം എന്താവണമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങുക. ഇത് നമ്മുടെ ലൈഫിലെ വലിയ ഗോളുകളെക്കുറിച്ചാണോ? അതിനേക്കാൾ നമ്മുടെ ഓരോ ദിവസത്തെ തീരുമാനങ്ങളെയും നയിക്കാൻ ഒരു ഡയറക്ഷൻ ഉണ്ടാവുക എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വാല്യൂസ് എന്താണ്, അതൊന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ചൊരു പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് നല്ലതാ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഡെയിലി ഡിസിഷൻസ് എടുക്കാൻ അത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ലക്ഷ്യബോധം കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? മൂന്നാമത്തെ ശീലം, പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ഇത് ടൈം മാനേജ്മെന്റ് ആണോ? ടൈം മാനേജ്മെന്റ് മാത്രമല്ല, അതിനേക്കാൾ നമ്മുടെ ലൈഫിലെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. കോവിയുടെ ആ ടൈം മാട്രിക്സ് ഇല്ലേ, കാര്യങ്ങൾ ഏർജന്റ് ആണോ എന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണോ എന്നതിന് ഊന്നൽ കൊടുക്കണം. ശരിയാണ്. നമ്മൾ പലപ്പോഴും തിരക്കുള്ള പക്ഷെ അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ പെട്ടുപോകാറുണ്ട്. എന്നാൽ പേഴ്സണൽ ഗ്രോത്ത്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, ലോങ് ടേം ഗോളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക,